പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം മക്കബായരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വചനമായിരുന്നു ഇന്നലെ പഠിച്ചത്. ദ സെക്കൻഡ് ബുക്ക് ഓഫ് മാക്കബീസ് ചാപ്റ്റർ 3 വേഴ്സ് 39. അതിതായിരുന്നു: സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിന് സഹായം എത്തിക്കുന്നതും അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടുന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു. ഇതായിരുന്നു നാം ഇന്നലെ പഠിച്ചത്. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനമാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം. The letter of Saint Paul to the Romans chapter 1 verse 7. ഈ വചനം നമ്മെ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുവാൻ സഹായിക്കുന്നു. അത്ര സ്നേഹത്തോടെ ദൈവം നമ്മോട് പറയുകയാണ്. വചനം ഇതാണ്: ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമായിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. To all God's beloved in Rome who are called to be saints, grace to you and peace from God the Father and the Lord Jesus Christ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹഭാജനമാകാനും ദൈവത്തിൻ്റെ വിശുദ്ധരാകാനും വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. പറയുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ റോമായിലുള്ള. ഇനി റോമ മാറ്റി വെച്ചിട്ട് അവിടെ എൻ്റെയും നിങ്ങളുടെയും പേര് ചേർത്ത് വെച്ചെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹഭാജനവും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവനുമായ, എൻ്റെ പേര് സിബി എന്നാണ്. ദൈവത്തിൻ്റെ സ്നേഹഭാജനവും വിശുദ്ധനാകാൻ വിളിക്കപ്പെട്ടവനുമായ സിബി, നിനക്ക് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. ഓരോരുത്തരെയും നിങ്ങളുടെ പേര് ചേർത്ത് വെച്ച വചനമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ കൃപയും ഈ കാലയളവിൽ ഒഴുകിയിറങ്ങട്ടെ. ഇന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ ഇനിയുള്ള ഓരോ ദിവസവും പ്രഭാതത്തിൽ ഈ വചനം ദൈവത്തിൻ്റെ സമാധാനത്തിൽ നിറയാൻ, വിശുദ്ധരായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ ദിവസവും നമ്മെ വിളിക്കുന്നത് വിശുദ്ധരാകാനായിട്ട്, ദൈവത്തിൻ്റെ സ്നേഹഭാജനം, ദൈവത്തിൻ്റെ സ്വന്തമായി തീരുവാൻ നമ്മെ ക്രിസ്തു വിളിക്കുകയാണ്, ദൈവം വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചേർന്ന് നിൽക്കാം കർത്താവിനോട്. To all God's beloved who are called to be saints, grace to you and peace from God the Father and the Lord Jesus Christ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായി തീരാൻ, ദൈവത്തിൻ്റെ സ്നേഹഭാജനമായി തീരാൻ, വിശുദ്ധനാകാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും ഇന്നലെ സ്വർഗസ്ഥനായ പിതാവാണ് ദൈവം, സ്വർഗസ്ഥനായ ദൈവമാണ് എന്നെ കാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ നാം നമ്മുടെ കരമെടുത്ത് ശിരസിൽ വെച്ച്, ദൈവമേ, അങ്ങയുടെ സമാധാനം എന്നിലേക്ക് ഒഴുകിയിറങ്ങട്ടെ, അങ്ങയുടെ കൃപ എന്നിലേക്ക് നിറയട്ടെ, എന്നെ വിശുദ്ധനാക്കണമേ, എന്നെ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ. പ്രാർത്ഥിക്കാം അല്ലേ? പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ.